Muslims are turning to Christ in large numbers across the Middle East, according to the Christian Post. The report says Muslims are turning to Jesus Christ and are viewing Christianity as, quote, the religion of freedom and amid persecution in their country. ഈ സമീപ വർഷങ്ങളിൽ ഇറാൻ രാജ്യത്ത് അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആരും ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കർശനമായ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്ന ഇറാനിൽ പള്ളികൾ അടച്ചിട്ടിരിക്കുന്നു, ബൈബിൾ നിരോധിക്കപ്പെട്ടു, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് പോലും യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വേഗത്തിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇറാനിൽ 10 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് തിരിയുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പലരും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുന്നുണ്ട്. പലരും ഭരണകൂടത്തിന്റെ കാഠിന്യം നിരസിച്ച് കർത്താവായ യേശുവിൽ സത്യം, വെളിച്ചം, പ്രത്യാശ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനിൽ സംഭവിക്കുന്ന അവിശ്വസനീയമായ കാര്യങ്ങളെക്കുറിച്ചും യോവേൽ പ്രവചനം എങ്ങനെ ഈ ഇറാൻ ദേശത്ത് നിറവേറുന്നു എന്നും വിശദമായി നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. പുരാതന പേർഷ്യയിൽ നിന്ന് ഉത്ഭവിച്ച ആഴമേറിയ ചരിത്രവും സംസ്കാരമുള്ള ഒരു രാജ്യമാണ് ഈ ഇറാൻ. എന്നാൽ പതിറ്റാണ്ടുകളായിട്ട് മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും ഔദ്യോഗിക വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന കർശനമായ ഇസ്ലാമിക നിയമത്തിന് കീഴിലാണ് ഇന്നത്തെ ഭരണകൂടം ആ ദേശത്തെ ഭരിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളികളെല്ലാം തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇസ്ലാമിക പഠിപ്പിക്കലുകൾക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അവിടെ നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ഇത്രയും നിയന്ത്രണം ഉണ്ടായിരുന്നിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇത്രയും നിയന്ത്രണം കാരണം പലരും, പ്രത്യേകിച്ച് യുവതലമുറ, ആ മതത്തിൽ വിശ്വസിക്കുന്നില്ല. ഇവരെല്ലാവരും വളരെ വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് ഒരു സമാധാനവും ഇല്ല. സഭാപ്രസംഗം ഇങ്ങനെ പറയുന്നു, അവിടുന്ന് ഓരോന്നും അതാത് കാലത്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ അവിടുന്ന് നിത്യതയും വെച്ചിരിക്കുന്നു. ഓരോ പുരുഷനും സ്ത്രീയുടെയും ഉള്ളിൽ നിത്യതയെക്കുറിച്ചുള്ള ഒരു വാഞ്ചയുണ്ട്. ദൈവത്തെ അറിയാനുള്ളൊരു വാഞ്ചയാണത്. ഇന്ന് ഇറാനിൽ സംഭവിക്കുന്നത് അതുതന്നെയാണ്. ദശലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് പുറത്തു കാണിക്കുന്ന മതത്തിലും ആചാരങ്ങളിലും നിയന്ത്രണങ്ങളിലും താല്പര്യമില്ല. പകരം അവർ ആഴമേറിയ ശാശ്വതമായ കാര്യങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ നിന്നുള്ള രഹസ്യ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ഒരു സമയത്ത് ആളുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന അവരുടെ പള്ളികളിൽ ഇപ്പോൾ അധികം ആളുകളൊന്നുമില്ല. ചില പള്ളികളിൽ ആളുകൾ കുറവായതുകൊണ്ട് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലായി. ഇസ്ലാമിക നിയമമുള്ള ഒരു രാജ്യത്ത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അവിശ്വസനീയമായ ഒരു കാര്യമായിട്ട് തോന്നാം. പക്ഷേ അത് ജനങ്ങളുടെ ആത്മീയ വിശപ്പിനെയാണ് കാണിക്കുന്നത്. പല ഇറാനികളും പേടിച്ച് നിർബന്ധത്താൽ തങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താത്ത ഈ ഒരു മതത്തിലേക്ക് നിർബന്ധിക്കുന്നത് കൊണ്ട് മടുത്തിരിക്കുന്നു. അങ്ങനെ പള്ളികൾ അടച്ചുപൂട്ടുന്നു. ക്ഷീണിതരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും എന്ന് വാഗ്ദത്തം ചെയ്ത യേശുക്രിസ്തുവിലേക്ക് അവരുടെ ഹൃദയങ്ങൾ തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു. മതത്തിന് നൽകാൻ കഴിയാത്തൊരു ആശ്വാസവും വിശ്രമവുമാണത്. പലരും യേശുവിനെ രക്ഷകനായി ഇപ്പോൾ സ്വീകരിക്കുന്നുമുണ്ട്. ഇതിലും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഇറാനിലുള്ള പല മുസ്ലിങ്ങളും സ്വപ്നങ്ങളിലും ദർശനങ്ങളിലും യേശുവിനെ കാണുന്നുണ്ട്. മധ്യകിഴക്കൻ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പല ആളുകളും യേശുവിനെ ദർശനങ്ങളിൽ കാണുന്നുണ്ട് എന്ന് സാക്ഷ്യം പുറത്തു വരുന്നുണ്ട്. രാത്രിയിൽ വെള്ളവസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ യേശുവിൻ്റെ പേർഷ്യൻ നാമമായ യേസു എന്ന് വിളിക്കപ്പെടുന്നതായിട്ട് ദർശനം പലരും കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, ടൈറോണിൽ നിന്നുള്ള ഒരു സ്ത്രീ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു. ഇരുട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. തിളങ്ങുന്ന വെള്ളവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ അവളുടെ നേരെ കൈനീട്ടി ഇങ്ങനെ പറഞ്ഞു, എന്നെ അനുഗമിക്ക്, ഞാൻ നിനക്ക് ജീവൻ നൽകും എന്ന്. ഈ സ്വപ്നം അവൾ കണ്ട് ഞെട്ടി ഉണർന്നു. പക്ഷേ ഈ സ്വപ്നം കാരണം അവൾ രഹസ്യമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഓൺലൈനിൽ തിരയാൻ തുടങ്ങി. അവസാനം അവൾ രഹസ്യ വിശ്വാസികളുമായി ചേർന്ന് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. യോവേൽ 2:28 ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ സകല മനുഷ്യരുടെ മേലും പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനം ഉണ്ടാകും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യോവേൽ പ്രവാചകൻ പ്രവചിച്ച കാര്യം ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നുണ്ട്. ഇറാനിൽ യേശുവിനെ തുറന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല എങ്കിലും ക്രിസ്ത്യാനികൾ രഹസ്യമായി പ്രാർത്ഥനകൾ കൂടുന്നുണ്ട്. അധികാരികളെ പേടിച്ചാണ് ഇങ്ങനെ രഹസ്യമായിട്ട് ഒത്തുചേരുന്നത് എങ്കിലും അത് ദുർബലമാകുന്നതിന് പകരം ശക്തമാകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇറാനിലാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഭ വളരുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനകത്ത് ഇറാനിൽ 10 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ബൈബിൾ പരസ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജയിലിൽ പോകാനുള്ള സാധ്യതയുള്ള ഒരു രാജ്യത്ത് ദൈവവചനം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്കും വീടുകൾ തോറും രഹസ്യ പ്രാർത്ഥനകളിലൂടെയും ഫോണുകളിലൂടെയും ഡിജിറ്റൽ സന്ദേശങ്ങളിലൂടെയും ദേശം മുഴുവനും വ്യാപിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും.
കവാടങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന്. ഇന്ന് സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ഗവൺമെന്റ് എത്ര തടയാൻ ശ്രമിച്ചാലും ഇറാനിൽ യേശുക്രിസ്തുവിന്റെ സഭ ഉയർന്നു വരുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ച് പല ആളുകളും അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം സാക്ഷ്യമാണ്. ഒരു മുസ്ലിം തൻ്റെ കൂട്ടുകാരൻ്റെയോ അയൽക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ ജീവിതം പൂർണ്ണമായും രൂപാന്തരപ്പെട്ട് സമാധാനം, സ്നേഹം, പ്രത്യാശ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു വരുന്നത് കാണുമ്പോൾ ഒരു ഭരണകൂടത്തിനും നിശബ്ദമാക്കാൻ കഴിയാത്ത ഒരു ജീവിക്കുന്ന സാക്ഷിയായി അവൻ മാറിക്കഴിഞ്ഞു. എനിക്ക് ക്രിസ്ത്യാനികളെ കാണുന്നതേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരു മുൻ ഇറാനിയൻ പട്ടാളക്കാരൻ അവൻ്റെ ബന്ധുമിത്രാദികളിൽ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ടുവന്ന് വലിയ മാറ്റത്തെ കണ്ടതിനു ശേഷം അവൻ സ്വന്തം വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവസാനം അവൻ തന്നെ യേശുവിനെ സ്വപ്നം കണ്ട് തൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചു. ഇപ്പോൾ ഒരു ചെറിയ കൂട്ടായ്മയ്ക്ക് താൻ നേതൃത്വം വഹിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ കാലത്ത് രക്തസാക്ഷികളുടെ വിശ്വാസവും ധൈര്യവും കാരണം സുവിശേഷം കൂടുതൽ വേഗത്തിൽ ദേശത്ത് എല്ലായിടത്തും വ്യാപിച്ചതുപോലെയാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത്. അവർ കുഞ്ഞാടിൻ്റെ രക്തവും തങ്ങളുടെ സാക്ഷ്യവചനവും നിമിത്തം അവനെ ജയിച്ചു എന്ന് വെളിപ്പാട് 12:11 പറയുന്നത് പോലെ പലരുടെയും സാക്ഷ്യം ഇന്ന് ഇറാനിലെ ഇരുട്ടിനെ മറികടക്കുന്നു. ചിലർ ചോദിക്കുന്നത് ഇത് ഇപ്പോൾ തന്നെ സംഭവിക്കാനുള്ള കാരണം എന്താണ്, ഇത് ഇറാനിൽ തന്നെ സംഭവിക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ. ഇപ്പോഴത്തെ ഭരണകൂടത്തിന് കീഴിൽ ആളുകൾ അനുഭവിക്കുന്ന അഗാധമായ അതൃപ്തിയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഉത്തരത്തിൻ്റെ ഒരു ഭാഗം. തലമുറകൾ ഇപ്പോൾ കഠിനമായ മാനസിക സംഘർഷത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾ സ്വാതന്ത്ര്യം അന്വേഷിക്കുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, ആത്മീയ സ്വാതന്ത്ര്യവും അവർ ആഗ്രഹിക്കുന്നുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ അന്വേഷിക്കുന്ന സ്വാതന്ത്ര്യം രാഷ്ട്രത്തിലല്ല, ക്രിസ്തുവിലാണ് എന്ന് പലരും മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാൻ 8:36 യേശു പറഞ്ഞു, അതുകൊണ്ട് പുത്രൻ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ സ്വതന്ത്രരാകും എന്ന്. സത്യവും സമാധാനവും യേശുവിന് മാത്രമേ തരാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ഇറാനിൽ ഈ സന്ദേശം ആഴത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. ബൈബിളിനെ ഇറാനിൽ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങൾ ഉണ്ടെങ്കിലും മൊബൈലിലൂടെ ആപ്പുകൾ ഉപയോഗിച്ച് ഒരുപാട് ഇറാനികൾക്ക് ദൈവവചനം രഹസ്യമായി ഡൗൺലോഡ് ചെയ്യാനും രഹസ്യമായി വായിക്കാനും സാധിക്കുന്നുണ്ട്. ഇറാനിലെ ഒരു രഹസ്യ സഭയുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആളുകളെ മതപരിവർത്തനം ചെയ്യുന്നില്ല, ഞങ്ങൾ ദൈവവചനം മാത്രമാണ് പറയുന്നത്, ബാക്കിയുള്ളത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത് എന്ന്. ഇത് റോമാലേഖനത്തിലുള്ള ആ വചനത്തെ എടുത്തു കാണിക്കുന്നു. അങ്ങനെ വിശ്വാസം ദൈവിക സന്ദേശത്തിൻ്റെ കേൾവിയാലും കേൾവി ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള വിശ്വാസത്താലും ഉണ്ടാകുന്നു. യേശുവിനെ സ്വീകരിക്കുക എന്നത് ഇറാൻ പോലുള്ള ദേശങ്ങളിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇസ്ലാമിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ചവരെ പലപ്പോഴും കുടുംബങ്ങൾ നിരസിക്കുന്നു, ജോലി നഷ്ടപ്പെടുന്നു, തടവ് അല്ലെങ്കിൽ അതിലും മോശമായ ശിക്ഷകൾ ഉണ്ടാകുന്നു. ഈ ഒരു അപകട സാധ്യത അറിഞ്ഞിട്ട് പോലും പലരും ധൈര്യത്തോടെ യേശുവിനെ സ്വീകരിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ പറയുന്ന വചനത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇവർ. ഒരാൾ എൻ്റെ ശിഷ്യനാകാൻ ഇച്ഛിക്കുന്നെങ്കിൽ അയാൾ സ്വയം ത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അവരുടെ വിശ്വാസം ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ പ്രചോദിപ്പിക്കുകയും സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യോവേൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനം ഇപ്പോൾ ഇറാനിൽ നിറവേറുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.